മഹീന്ദ്രയുടെ വണ്ടിയായിട്ട് വന്നേക്കണം കുറച്ച് ടീമുകൾ നമ്മൾ കണ്ടോ. ഇവര് വണ്ടി ഇവിടെ കയറി വഴി 2 നീക്ക് പോലീസ് പിടിച്ചില്ലേ ഇപ്പം. ഇതുണ്ട് 2 ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. 2 ബാറ്ററി ബാക്കിലൊരു വേറെ ബാറ്ററി വെച്ചിട്ടില്ലേ. അതെ ഈ സ്ഥലം മൊത്തം നിങ്ങൾ എടുത്തോളം പറഞ്ഞു. എന്നിട്ട് നമുക്ക് 2 ഇരിക്കാൻ 2 ചെയർ എടുത്ത് തന്നു. അപ്പൊ നമ്മളിന്ന് അരിയാട്ടോ അടുപ്പത്തിട്ടേക്കാണ്. അപ്പോൾ ഇത് നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നിന്നൊരു മഹീന്ദ്രയുടെ വണ്ടിയായിട്ട് വന്നേക്കണം കുറച്ച് ടീമുകൾ നമ്മൾ കണ്ടോ. ഇതുവരെ നമ്മൾ ശരിക്കും നേരത്തോട്ട് നോട്ട് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് നേരത്തെ ഇവർ ഇറങ്ങി. അപ്പോൾ ഞാനൊരു വീഡിയോസും കാര്യങ്ങളും ഈ വണ്ടിയുടെ പണിയണം അങ്ങനെയുള്ള റീൽസും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ മെസ്സേജ് അയച്ചപ്പോൾ ഇവിടെ ഉണ്ട്, കൊൽക്കത്ത ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നബീൽ വഴി കണക്ട് ഞങ്ങൾ കണ്ടായിരുന്നു വരിക. എന്നിട്ട് നമ്മൾ നൈസായിട്ട് ഇവർ ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഫോളോ ചെയ്ത് നൈസായിട്ട് ഇവർ എവിടെ എത്തിയെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ കൃത്യം നമ്മുടെ കൊൽക്കത്ത എത്തി. പിന്നെ അപ്പം തന്നെ മെസ്സേജ് ഇട്ട് നമ്പർ കിട്ടി വിളിച്ച വഴി ഇവര് ടെന്റ് അടിക്കാൻ സ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ. എന്നാൽ കൊൽക്കത്ത കയറി കഴിഞ്ഞാൽ വേറെ സ്ഥലങ്ങളിൽ നമുക്ക് ടെന്റ് അടിക്കാൻ അങ്ങനെയൊക്കെ ഭയങ്കര പാടാണ്. കാരണം ഇത് ഫുള്ളായിട്ട് ഒരു ചേരി പോലെയുള്ള സ്ഥലമാണ്. ചിലര് ഇവര് വണ്ടി ഇവിടെ കയറി വഴി 2 നീക്ക് പോലീസ് പിടിച്ചില്ലേ ഇപ്പം. അമാര് പിടിക്കണ എന്നാന്ന് പറഞ്ഞാൽ സംഭവം ഇല്ല നമ്മളെ നാട്ടിലില്ല, കേരളത്തിൽ ഇവിടെ എങ്ങനെയാണ് നമുക്ക് അറിയില്ല. പെർമിറ്റ് ആവശ്യമുള്ളൂ. വേറെ ഏതെങ്കിലും കണ്ടൽ കയറുമ്പോൾ പെർമിഷൻ ആവശ്യമുള്ളൂ, അല്ലാതെ വണ്ടിക്കൊന്നും അങ്ങനെ സംഭവമില്ല. ഇതിപ്പോ നിങ്ങൾ ഇത് പറഞ്ഞിട്ട് ഇവര് പറഞ്ഞ ട്രാഫിക് വയലേഷൻ എന്തെങ്കിലും പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് അടുത്ത പെറ്റി വരുന്നത്. 5000 പെറ്റി വരുന്നത്. ഇന്നലെ വൈകിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഒരാളെ വിളിക്കുക, കയ്യിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക, 500 രൂപ എടുക്കുക. ണെങ്കിൽ മാത്രമാണ് മറ്റേ അമ്മ അങ്ങനത്തെ സംഭവം ചെയ്യുള്ളൂ. ഹിന്ദി അറിയാത്തതിന്റെ ഇവർക്ക് ഹിന്ദി മനസ്സിലാ. ഞങ്ങൾ എങ്ങനെയല്ലേ തട്ടിവിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ എല്ലാവരും പരിചയപ്പെടാം. പേര് ആഷിഖ്, സൽമാൻ, അൻഷിദ്, ഷബീർ, മുബഷീർ, ഫൈസ്. ഇവർ നേരത്തെ ഞങ്ങൾ എല്ലാവരും പേരൊക്കെ പറഞ്ഞത് 6 പേരുണ്ട്. ഞങ്ങൾക്ക് കൃത്യം ഓർക്കത്തില്ല. ഞങ്ങൾ സേവ് ചെയ്ത കാട്ടാളം എന്ന് പറഞ്ഞിട്ടാണ്. ഇവരുടെ വണ്ടിയുടെ പേര് തന്നെ മാപ്പ് ഓഫ് കാട്ടാളം കേട്ടോ. ഇവരെല്ലാവരും മലപ്പുറത്ത്, എല്ലാവരും മലപ്പുറംകാര്, എല്ലാവരും കണക്റ്റഡ് ഫ്രണ്ട്സ് അല്ലേ. ഈ വണ്ടി കാണിച്ചു കൊടുക്കും. അതെ ഇത് വേറെ ഉണ്ട് ഇവിടുത്തെ ടീംസാ. നിങ്ങളുടെ പേര് പറഞ്ഞേ. അഫ്ഗാനാ ഈ ഏരിയയിലെ ഗാങ്സ്റ്റേഴ്സ് ആണെന്ന് തോന്നുന്നു ഇവിടുത്തെ. പോട്ടെ റോക്കിക്ക് ശേഷം വണ്ടി കാണിച്ചത് ഈ വണ്ടിയുടെ സൈഡിലായിട്ട് കിടന്നൊരു ഗ്രാഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതാട്ടോ നമ്മൾ ആദ്യം നോട്ട് ചെയ്ത ഏറ്റവും പൊളി സാധനം ഇതല്ലേ ഈ വണ്ടിയുടെ. നല്ല അടിപൊളി രസമുണ്ടോ സൈഡിൽ നിന്ന് കാണാൻ. ഇത് നിങ്ങൾ തന്നെയല്ലേ ഈ വണ്ടി ഫുള്ള് സെറ്റ് ചെയ്തെടുത്തേ. മൊത്തത്തിൽ ഇവർ വീട്ടിലിട്ട് തന്നെ പെയിന്റ് അടിക്കും, പുട്ടിവർക്കും, പിന്നെ ഈ ഒരു ഈ കാരിയറും, പിന്നെ ഇതിന്റെ മേളിലുള്ള ടെന്റ് കാര്യങ്ങളെല്ലാം ഇവര് തന്നെ വീട്ടിൽ തന്നെ ചെയ്തു. ഏത് മോഡലാ വണ്ടി? 98. ഇതൊക്കെ കമ്പനിക്കാർ ചെയ്താന്നല്ലേ ഇത് കമ്പനിക്കാർ ചെയ്താണ്. പിന്നെ ഇങ്ങോട്ട് ഇവിടെ ബാക്കില് സ്കേറ്റ് ബോർഡ് ആരാ ഓടിക്കണേ? ഈ മേളില് ടെന്റ് ഉണ്ടാക്കിയ നമ്മുടെ കൈ ശരിക്കും ഈ മേളില് വണ്ടിയുടെ മേളിൽ സെറ്റ് ചെയ്തേക്കണേ. ഇതേ തന്നെ ഉണ്ടാക്കിയാണോ? മേളിൽ എത്ര പേരെ കിടക്കണം ശരിക്കും? ഞങ്ങളിപ്പോ 4 പേര് മേലെയും കിടക്കും, 2 ഉള്ളിലും കിടക്കും. സുഖമായിട്ട് 4 പേർക്ക് 5 പേർക്ക് ചൂടുകൊള്ളാണ് പുറത്ത് ടെന്റ് അടിക്കുന്നത്, വേറെ ടെന്റ് അടിക്കുന്നത് അല്ലേ. സീനായതുകൊണ്ട് വണ്ടിക്കകത്തുള്ള ലഗേജ് സാധനങ്ങൾ ഇതിനകത്ത് ഇത് ടേബിളാണ്, ടേബിളും ചെയറും. ടേബിളാ? തുറക്കണ്ട കിച്ചൺ സെറ്റപ്പാ. അതൊക്കെ നമ്മൾ പിന്നെ കാണാമല്ലോ. നമ്മളെന്തായാലും മേളിലോട്ട് എന്തായാലും അതെ. അത് കുഴപ്പമൊന്നുമില്ല. വണ്ടിയുടെ എല്ലാവർക്കും കാണാറില്ല. ഇത് എന്താ സംഭവം അറിയണ്ട ഇതിന്റെ അകത്ത്. ഇൻവേർട്ടർ ഇതുണ്ട്. 2 ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. 2 ബാറ്ററി ബാക്കിലൊരു വേറെ ബാറ്ററി വെച്ചിട്ടില്ലേ. ഇവരെ വണ്ടിയുടെ ഒരു വീഡിയോ നമുക്ക് ഇടയ്ക്കായിട്ട് ഫുള്ളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ വരും എന്തായാലും. അപ്പം നമുക്ക് ഇവിടുന്ന് ഞങ്ങളിവിടെ അപ്പോൾ ഇന്ന് ഇവിടുന്ന് നേരെ മുർഷിദാബാദാണ്. ഇവിടുന്ന് ഒരു 210 കിലോമീറ്റർ. ഇന്ന് ഇവര് മിനിഞ്ഞാന്ന് വൈകിട്ടല്ലേ കൊൽക്കത്ത എത്തിയത്. അപ്പൊ ഇവര് 2 ദിവസം കൂടി അപ്പൊ നേരെ നമ്മുടെ പുറകെ തന്നെ നമ്മുടെ ആ റൂട്ടിൽ തന്നെയാണ് ഇവരും തന്നെ. അപ്പൊ നമുക്ക് എവിടെയെങ്കിലൊക്കെ വെച്ച് മീറ്റ് ചെയ്യും.
ഇവരോട് ഒരു കുക്കിംഗ് പരിപാടി സെറ്റ് എല്ലാം ടെൻ്റ് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയിപ്പം നമ്മൾ നേരെ പോവാം. അപ്പോൾ ഗൈസ് ഞങ്ങളിത് സിലിഗുരി പോകുന്ന റൂട്ടാണ്. ഞങ്ങൾ നന്നായിട്ട് ടയേർഡ് ആയതുകൊണ്ട് ഞങ്ങളിത് ഇടയ്ക്ക് വെച്ചിട്ട് പമ്പിൽ കയറി ഇന്ന് ഹോൾട്ട് ചെയ്യാന്ന് വെച്ചു, ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന് വെച്ചു. അപ്പം ഏത് പമ്പാണ് ഇത്? പമ്പിൻ്റെ പേര് ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പാണ്. പമ്പിൻ്റെ ബോർഡൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന വഴിക്ക് ആദ്യം ഇവിടുത്തെ മാനേജറിനായിട്ടോ നമ്മൾ ചോദിച്ചു ഇവിടെ ടെൻ്റ് അടിച്ചോട്ടെ എന്നല്ലേ പുള്ളിയൊരു അതന്നെ ഈ സ്ഥലം മൊത്തം നിങ്ങൾ എടുത്തോളം പറഞ്ഞു. എന്നിട്ട് നമുക്ക് ഇരിക്കാൻ 2 ചെയർ എടുത്ത് തന്നു. പിന്നെ നമ്മുടെ കുറച്ച് 2 ഫ്രണ്ട്സ് വരുന്നത് കുറച്ചധികം വരുന്നുണ്ട്. നമുക്ക് ചായ ഒക്കെ ഇട്ട് തന്നിട്ട് ഭയങ്കര സൽക്കാരാണ്. आपका नाम क्या है? मोतीलाल यादव। आप कहाँ से है? हम बंगाल से। बंगाल से है आप? पुलिस केरल में, आप तो केरल में आए ना? हाँ, केरला बहुत जगह घूमे। मलजोती कॉलेज काम किए हमारे कॉलेज में। രണ്ട് കൊല്ലല്ലേ? पुल बनाना ब्रिज वो काम किया मैंने। ഓ അച്ഛാ താങ്ക്സ് ഭയ്യ. അപ്പോൾ ഇവിടെ ഇന്ന് കിടന്നോളാം, ഒരു പ്രശ്നമില്ല, ഒരു വിഷയമില്ലെന്നല്ല പറഞ്ഞേക്കണേ. അപ്പോൾ അമ്മാർ മറ്റേ കൂടെ തന്നെ അമ്മാരെ ഇതിനെ വരുന്നത് കേട്ടോ, മറ്റേ അർമാടയ്ക്ക് വന്നത്. അപ്പോൾ അമ്മാർ ഇവിടെ പാർക്ക് ചെയ്ത് നമുക്കവിടെ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ നമ്മൾ പുറത്ത് അങ്ങ് ആ റോട്ടിൽ എവിടെയും പോയി കുക്ക് ചെയ്യാൻ ഓർത്തിരിക്കണം. വേണ്ടിയല്ല ലെമൺ ടീ ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ ഫുള്ള് പാടങ്ങളാട്ടോ പുറകിലോട്ട് ഫുള്ള്. ഇത് എന്താണ് ഇത്? മറ്റേതല്ലേ ചോളല്ലേ? ചോള അല്ലേ? ചോളം ഇത് വേറെ ഇടാം. ഉണ്ടല്ലേ ഫുള്ള് അങ്ങോട്ട് ബാക്കിലോട്ട് ഫുള്ള് പാടങ്ങളാട്ടോ. ഇതിൻ്റെ ഈ ഒരു പമ്പ് ശരിക്കും പുതിയതായിട്ട് തുടങ്ങി തന്നെയല്ലേ ഉള്ളത്. ഇയാളൊന്നും ആയില്ല. ക്ലീനാട്ടോ സെറ്റാണ്. നിങ്ങൾക്ക് ബാത്റൂം, കുടിക്കാനുള്ള വെള്ളം, എന്നെ സൗകര്യം വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള കസേര. അപ്പം ഞങ്ങൾ ഇവിടെ ആയിരിക്കും ടെൻ്റ് അടിക്കണേ അല്ലേ? ഇവിടെ നമ്മളിവിടെയും അമ്മാരിവിടെ ആയിട്ട് ഇവിടെയൊക്കെ അടിക്കാൻ സ്ഥലം ഉണ്ടോണ്ട് കുഴപ്പമില്ല. നമുക്ക് എന്തായാലും മാനേജറിൽ നിന്ന് വരെപ്പോഴും മാനേജർ അടിപൊളി മനുഷ്യനാട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ ടെൻ്റ് അടിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ സാറ് വന്നിട്ടുണ്ട്. സാറിനെ പരിചയപ്പെടാം. സാർ ലൈറ്റ് തുടക്കം ഏച്ചാ ഇതാട്ടോ നമ്മളെ സാറ്. സാർ आपका नाम? सोमनाथ मिश्रा। आप कहाँ से हो? उत्तर प्रदेश गोरखपुर से। ओ सर एक पंप का मैनेजर है ना? माई प्राउड माई इंडिया। हाँ माई प्राउड माई इंडिया। थैंक्स सर, थैंक्स फॉर हेल्पिंग अस सर। आपका घर कौन सा है? गोरखपुर। घर पे फैमिली कौन सा है? 3 चाइल्ड हाँ और हस्बैंड वाइफ। ओके सर यहाँ आने कितना ये पंप तो स्टार्ट करने 4 मंथ है? सिर्फ 4 मंथ है? ओके हमारे फ्रेंड्स तो भी आएगा और कोई प्रॉब्लम नहीं आएगा, व्यवस्था कर देगा, कैंपिंग होगा, कोई दिक्कत नहीं। ഓക്കെ സാർ. അപ്പോൾ അവിടെ ഞങ്ങളോട് ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ടെൻ്റ് ഇത് എവിടെ ആയിട്ട് സെറ്റ് ചെയ്തേക്കണേ. ഓക്കെ സാർ. ഇത് വേറെ ഭായിയാണ്. आपका नाम? विजय। ഇവിടെ അടുത്ത് തന്നെ आपका वेस्ट बंगाल आपका गाँव ऐसा है ना? सामने है ना? ओके भैया थैंक्स. അപ്പോൾ ഞങ്ങളിവിടെ ടെൻ്റ് അടിക്കാനായിട്ട് ഇരുന്നത്. അപ്പോൾ ഞങ്ങളോട് സാറ് പറഞ്ഞു അതിനൊരു സംഭവം മുകളിൽ ഇതൊക്കെ ഉള്ളതുകൊണ്ട് വെട്ടമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു അവിടെ ടെൻ്റ് അടിച്ചു. അപ്പോൾ കിടക്കാനൊന്നും വലിയ പാടില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞു. പിന്നെ നമുക്ക് അവിടെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് വേറൊരു അവിടുത്തെ ആ പുറത്ത് ഇവിടുന്ന് കയറി വരുന്ന വഴിക്ക് ഒരു സംഭവം ഉണ്ട്, ഒരു ഷെഡുണ്ട്. ആ ഷെഡിൻ്റെ അകത്ത് താക്കോലും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ തന്നു പുള്ളി. അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയി ഫുഡ് ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങൾ പോയി പുറത്ത് പോയിട്ട് ഇതൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. ഒരു പാത്രം, ഞങ്ങളുടെ പാത്രം ഓർമ്മ ഇല്ലായിരുന്നു. ഒരു പാത്രം മേടിച്ചു. പിന്നെ എന്നാ സാലഡ് ഉണ്ടാക്കാനുള്ള ഇച്ചിരി മോരും മേടിച്ചു. പിന്നെ ആ പുള്ളി കുറച്ച് മുളക് തന്നു. ആ കടക്കാരൻ 2 സവോളയും 2 മുളകും വെറുതെ തന്നു കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്കിനി പോയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതായിട്ട് ആ പമ്പ് കണ്ടില്ലേ, രാജ് ദർബാർ പമ്പ്. നമ്മൾ ഇവിടെ ആയിട്ട് ഒന്ന് കുക്ക് ചെയ്യണം. ഈ ഷെഡിനകത്ത് വെട്ടവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ കയ്യിൽ നേരത്തെ USB ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തേക്കണേ. കണ്ടില്ലേ കേട്ടോ, നമ്മുടെ USB ആ ഒരു ലൈറ്റാണ്. സാധാ ട്യൂബ് ലൈറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വന്നിട്ട് USB ത്തിലേക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ കൂട്ടുകാരൻ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് അരിയായിട്ട് അടുപ്പത്തിട്ടേക്കണേ. നമുക്ക് കഴിക്കാനുള്ള കഞ്ഞിയായിട്ട് കുടിക്കണേ. ഇന്ന് ഞങ്ങളൊരു പാക്കറ്റ് മോര് മേടിച്ചിട്ടുണ്ട്. പിന്നെ ചെറുപയർ ഇരിപ്പുണ്ടാവും, പക്ഷേ ചെറുപയറിട്ട് നമുക്ക് വേവണമെങ്കിൽ കുക്കറില്ലാത്തതുകൊണ്ട് വലിയ പാടാണ്. പിന്നെ അച്ചാറുണ്ട്. അതും കൂട്ടിയിട്ടാണ് നമ്മളിന്ന് ഫുഡ് സെറ്റ് ചെയ്യണേ. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. എനിക്കങ്ങനൊരു 15 മിനിറ്റ് ഇരുന്നാൽ മതിയായിരിക്കും. അരി പയ്യെ വെന്ത് തന്നെ ഉള്ളൂ. നമ്മൾ വെള്ളരി ആട്ടോ മേടിച്ചത്. വെള്ളരി കിലോ 30 രൂപ.